ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ KECയുടെ ഡിവിഷൻ പ്രസിഡന്റ് ശേഖരേട്ടൻ, നമ്മുടെ ഈ പരിപാടി സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഗതൻ സമ്പർ, കാർത്തിയാൻറ്റി, AXC മുരളീധരൻ സാർ, വേദിയിലെ രാഘവൻ സാർ, ഉണ്ണി സാർ, ആരന്ദാഷ്, മഹേഷ് സാർ, മറ്റ് വേദിയിലെ KECയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടിയെ സംബന്ധിച്ച് നമ്മുടെ ആദരണീയനായ INDCയുടെ സംസ്ഥാന സെക്രട്ടറിയും INDCയുടെ തീരുമാനപ്രകാരമാണ് കാഞ്ഞങ്ങാട് ഡിവിഷൻ്റെ പരിധിയിൽ വരുന്ന മാവുങ്കാൽ സെക്ഷൻ്റെ കീഴിൽ ഇവിടെ ഒരു വീട് തിരഞ്ഞെടുക്കുകയും ഈ വീടിന് വയറിങ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് INDCയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പരിസമാപ്തിയുടെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പരിപാടിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുള്ള തൊഴിലാളിയുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്നതിനേക്കാൾ ഉപരി സാമൂഹിക പ്രതിബദ്ധത കൂടി തൊഴിലാളികളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളുടെ നേതാവായ റാവുത്തരുടെ സ്മരണാർത്ഥം തൊഴിലാളികളുടെ നമ്മുടെ നാട്ടിൽ ആർക്കും ആവാതെ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഒരു വല്യമ്മയുണ്ട്. ആ വല്യമ്മക്ക് നിങ്ങളുടെ സംരംഭത്തിൻ്റെ ഭാഗമായി വൈദ്യുതി എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ ഒരു സ്മരണയായിരിക്കും, ഒരു നല്ല ഒരു കാര്യമായിരിക്കും എന്ന് ഉമേശൻ പറഞ്ഞപ്പോൾ ഈ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റായ വിജയേട്ടനും ഞാനും ഈ വീട് സന്ദർശിക്കുകയും തീർച്ചയായിട്ടും ഇത് തന്നെ ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു വീടാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയും മറ്റ് ഭാരവാഹികളൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് സെലക്ട് ചെയ്യുകയും ഈ വീടിനെ നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ട് നമ്മൾ ഈ വൈദ്യുതീകരണത്തിൻ്റെ നടത്തി നമ്മൾ കണക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ വൈകിവേറുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിവിഷൻ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരേട്ടനാണ്. ചന്ദ്രശേഖരേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ വൈദ്യുതി കണക്ഷൻ്റെ ഔപചാരികമായി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ സുഗതം സാറാണ്. സുഗതം സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ആ ഓണക്കോടി നൽകുന്നത് ആരാധ്യനായ തൊഴിലാളികളുടെ കാസർഗോഡ് ജില്ലയുടെ ഗർജിക്കുന്ന വ്യക്തിത്വം, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായ INDCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവേട്ടനാണ്. ദേവേട്ടനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി എൻ്റെ മെമ്പറായ കാർത്തിയാൻറ്റിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങൾ ഈ പരിപാടിയെ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഞങ്ങളുടെ മാവുങ്കാൽ AXC ആയിട്ടുള്ള മുരളീധരൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ കാർത്തിയാനി അവരുടെ ഇവിടെ ഈ ഓണക്കോടി വിതരണം ചെയ്യുന്ന നൽകുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ KE ദേവാൾ അവരുടെ, മാവുങ്കാൽ AXC മുരളീധരൻ സാർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, അരവിന്ദാക്ഷ സാർ,
മഹേഷ് കരിപ്പിൽ, രാഘവൻ കുളങ്ങര, വിജയൻ കടകത്ത് വിശദമായി ഇവിടെ സെക്രട്ടറി വിശദീകരിച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്ന ഈ ഒരു പരിപാടി ഭാവിയിൽ എല്ലാ സംഘടനകൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. നേതാക്കൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഈ യോഗത്തിലെ സ്വാധ്യക്ഷത വഹിക്കുന്ന ശ്രീ ചന്ദ്രശേഖരൻ, വേദിയിൽ ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാലത്ത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വൈദ്യുതി. ഇപ്പോൾ ഈ മാവുങ്കൽ പരിസര പ്രദേശങ്ങളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി വന്നിട്ട് പോലും ഇതുവരെയും വൈദ്യുതി കരിക്കാത്ത വീടുകളുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ കാട്ടി തന്നിരിക്കുന്നത്. എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള നിസ്സഹായരായ ആൾക്കാരുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അവർക്ക് വൈദ്യുതി നൽകാൻ വേണ്ടി ശ്രമിച്ച ഈ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ഫെഡറേഷൻ അഥവാ NTUCയുടെ ഭാരവാഹികളെ അല്ലെങ്കിൽ അവരെ ഞാൻ ആദ്യമായി അഭിനന്ദിച്ചുകൊള്ളുന്നു. ഇതിനെ കണ്ടുപിടിച്ച് അവരെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക, അവർക്ക് നൽകുക, അത് ഉത്തമമായ ഒരു മാതൃകയാണ്. ഇത്തരത്തിൽപ്പെട്ട അവർക്ക് നമ്മൾക്ക് സാധാരണ, അതായത് BPL കുടുംബം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റേഷൻ കാർഡിൽ ആ കുടുംബനാഥൻ ആയിരിക്കണം. പിന്നെ രണ്ടാമത് എങ്ങനെ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് BPL സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നാൽ മതി. 500 വാട്ട്സ് അതിനുള്ളിൽ വൈദ്യുതീകരിക്കണം. അതിനുള്ളിൽ നമ്മൾ ഇവിടെ ബൾബ് പോയിന്റുകളൊക്കെ വരുന്നത് 500 വാട്ട്സിൽ താഴെ ആകത്തക്ക രീതിയിലേ ആകാവൂ. പലപ്പോഴും നമ്മൾക്ക് വൈദ്യുതി ഓഫീസിൽ എത്തുന്ന പേപ്പറുകൾ അത് കൊടുക്കാം. ഇനിയും ഈ കാട്ടുകുളങ്ങര പ്രദേശത്തും ഈ മാവുങ്കാലില് ഇപ്പം കർത്താനി മെമ്പറുടെ വാർഡിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് മുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നമ്മുടെ മീനാക്ഷിയമ്മക്കുള്ള ഉപഹാരം INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവട്ടനോട് ക്ഷണിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ സംഘടനാ പ്രവർത്തകന്മാർ നടത്തുന്ന ഈ ചടങ്ങ് ലളിതമാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു ചടങ്ങാണ്. ഇത് സാധാരണ ട്രേഡ് യൂണിയൻ പ്രവർത്തകന്മാർ ഈ നിലയ്ക്കുള്ള ചടങ്ങുകൾ നടത്തുന്നത് കുറവാണ്. തങ്ങളുടെ നേതാവിൻ്റെ ദേഹവിയോഗത്തിൽ ആ നേതാവിനെ എന്നും ജനങ്ങളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും ഓർമ്മിക്കാൻ തക്ക ഒരു ചടങ്ങാണിത്. ഹൃദയസ്പർക്കായ ഒരു ചടങ്ങാണ്. ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സ്ഥിരമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. INTUCയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് വലിയ കടപ്പാടുണ്ട്. കാരണം INTUCയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പല പ്രശ്നങ്ങൾ സംബന്ധിച്ചും സ്വാഭാവികമായ ചർച്ച വരും. ആ ചർച്ചയിലൊക്കെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഒരു അനുജനോട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോട് കാണിക്കുന്ന ഒരു സ്നേഹം എന്നോട് അദ്ദേഹം എന്നും കാണിച്ചിട്ടുണ്ട്. അവർക്ക് ഓണപ്പുടവ കൊടുക്കുകയും നമ്മൾ അതിൻ്റെ ആഘോഷത്തിൽ നമ്മളും അവരോടൊപ്പം പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നടക്കുന്നത്. ഞാനത് നിങ്ങളുടെ ഇവിടെ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ച ഇതിന് നടത്തിയ സംഘാടകരെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. നന്ദി. ഈ ചടങ്ങ് മുഖ്യാതിഥിയായി ക്ഷണിച്ച ശ്രീ വാർഡ് മെമ്പർ നമ്മുടെ നാട്ടിലെ ചിരകാല അഭിലാഷമാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. ഇവിടെ മീനാക്ഷി അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ
മീനാക്ഷി അമ്മ കഴിഞ്ഞ 2000 ഇന്ന് ഏവരും അണുകുടുംബ വ്യവസ്ഥ ആഗ്രഹിക്കുന്ന കുടുംബിനികളാണ്. അത് ഒത്തൊരുമയോടെ പോകാൻ കഴിഞ്ഞെന്നില്ല. അപ്പോൾ അന്ന് വാർഡ് മെമ്പറായിരുന്ന ഞാൻ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് ഞാൻ പഞ്ചായത്ത് ഒരു അംഗമായിരുന്നു 2000 എല്ലാവരും കൂടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനമാണ് സംഘാടക സമിതികൾക്കും ഈ ഓണാശംസ നേർന്നുകൊണ്ട് ഈ സന്തോഷത്തിൽ അതീവ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ 2 വാക്കുകൾ ശ്രമിച്ചു. നമ്മുടെ ഈ ചടങ്ങിന് ആശംസ തരുന്നതിന് മാവുങ്കാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ മുരളീധരൻ സാർ ചെയ്യുന്നില്ലെങ്കിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വേദിയിലുള്ള നാട്ടുകാർക്കും എൻ്റെ സഹപ്രവർത്തകന്മാർക്കും മുഖ്യ അതിഥിയായിരിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇതിൽ ഒരു ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത്തരം ഒരു സംരംഭം ഒരു മാതൃകയായി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയായ KEC ചെയ്തത് ഒരു മാതൃകയായി ഇട്ടിട്ട് മറ്റുള്ള സാമൂഹ്യ സംഘടനകളും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രത്യേക സമയത്ത് ആവശ്യമാണ്. കാരണം ഈ സാറ് ഇവിടെ പറഞ്ഞ മാതിരി ഇപ്പോഴാണ് ബിലോ പോവർട്ടി ലൈൻ, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ വീടുകളും മറ്റേ പോസ്റ്റുകൾ ആവശ്യമുള്ള കണക്ഷൻ കൂടി ഫ്രീ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വീടുകൾ വീണ്ടും ഉണ്ടാവും. പക്ഷേ അതിൽ വീട് വൈദ്യുതീകരിക്കുന്നതിനുള്ള പൈസ ബോർഡിന് എടുക്കാൻ പറ്റില്ല. മറ്റ് പോസ്റ്റും അതിനുള്ള കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റ് ഫ്രീ ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീട് വൈദ്യുതീകരി അതെടുക്കുന്ന ഒരു വീട്ടിന്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ വളപ്പം കൂടെ പോകേണ്ടി വരും. അത് നമ്മൾ കുറച്ച് സഹകരിച്ചിട്ട് അതിനുള്ള എന്താ പറയുക എതിർപ്പ് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് നാട്ടുകാരുടെ സഹകരണം തന്നെ വേണം. ഇപ്പം നമുക്ക് വീട്ടിലെ വൈദ്യുതി എത്തുന്നുണ്ട്, അത് വരുന്നത് വേറെ പല ആൾക്കാരുടെ സ്ഥലത്ത് കൂടെയാണെന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു ബോധത്തിൽ തന്നെ അതിനുള്ള സഹകരണം കൂടി വേണം. എല്ലാതും നമ്മൾ എന്താ പറയുക തർക്കങ്ങളായിട്ട് കളക്ടർ എടുത്ത് പോയാലൊന്നും സോൾവ് ആവില്ല. പ്രവർത്തനങ്ങൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു തുടക്കമായിട്ട് എടുത്തിട്ട് മറ്റുള്ളവരെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് കൂടിയിട്ടാണ് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ പ്രവർത്തകരെ, വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ ഈ കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. കാണിച്ചത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. സാധാരണ സർക്കാർ ജീവനക്കാരിലേക്ക് പൊതുമേഖലാ ജീവനക്കാർ അവരുടെ അവകാശങ്ങളും വേണ്ടി സമരം ചെയ്യും. ഇതല്ലാതെ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ സർക്കാരിൻ്റെ ഈ പുതിയ 100% വീടുകളും വൈദ്യുതീകരിക്കുന്ന പരിപാടി വിജയിപ്പിക്കാൻ സാധിക്കും. ആദരങ്ങൾ ഇലക്ട്രോണിക് കർമ്മം നടത്തിയ കാഞ്ഞങ്ങാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആദരണീയനായ സുഗതൻ സാർ, INTUC ജില്ലാ പ്രസിഡന്റ് ദേവേട്ടൻ, മറ്റ് വാർഡ് മെമ്പർ കാർത്തിയാൻറ്റി, അരവിന്ദാശേട്ടൻ, മറ്റ് കോൺഫെഡറേഷൻ ഒരു തുടർ പ്രവർത്തനത്തിനുള്ള സ്വാഗത പ്രാസംഗം ഗോപൻ സൂചിപ്പിച്ചതുപോലെ നീണ്ട പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഈ തുടക്കം കമ്മ്യൂണിറ്റി ബോണ്ട് വെച്ചാൽ കണക്ഷൻ കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വളരെ സിമ്പിളായ ലഘുവായ പ്രവർത്തനങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് എത്തിക്കഴിഞ്ഞു. എല്ലാ കാര്യത്തിലും ജനങ്ങളുമായി ഒത്ത് കൺസ്യൂമേഴ്സിൻ്റെ ഇച്ഛക്കൊത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥാപനമായി നമ്മുടെ ഈ KSEB മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. അഭിനന്ദനങ്ങളും കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ധന്യമായി ഈ ചടങ്ങിൽ അനുരേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വരുത്തുന്നു. ചന്ദ്രശേഖരൻ, INTUC ജില്ലാ പ്രസിഡന്റ് ദേവട്ടൻ, വാർഡ് മെമ്പർ ശ്രീമതി PK കാർത്തിയാനി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഉദ്യോഗസ്ഥന്മാരെ, നാട്ടുകാർ,
തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇലക്ട്രിസിറ്റി മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ സേവന വേതനകൾക്ക് അവകാശ പോരാട്ടങ്ങളുടെ ആ സംഘടന കെട്ടിപ്പിടിക്കുകയും ചെയ്ത മഹാനായ സുലൈമാൻ റാവുത്തറുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയ കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിന് എല്ലാവിധ ആശംസകൾ മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് മക്കളെ യോഗാധ്യക്ഷൻ അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, മറ്റു നല്ലവരെ നാട്ടുകാരെ, എന്നെ സംബന്ധിച്ച് പറയുകയാണ്, ഞാൻ ഈ സമയത്തും തിരക്കിലാണ്. എൻ്റെ കെട്ടുനിറ 5 മണിക്കാണ്. കാരണം ഇന്ന് ഈ തിരക്കുള്ള ജീവിതത്തിൽ അവരവരുടെ എല്ലാ സുഖത്തിനു വേണ്ടി പായുന്ന ഒരു നെട്ടോട്ടത്തിലും നമുക്കറിയാം. മീനാക്ഷിയെക്കുറിച്ച് ഞാൻ ചെറുപ്പത്തിലേ കാണുന്ന ഞാൻ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ നല്ലൊരു ഓണക്കാലത്ത് ഇങ്ങനെയുള്ള സന്തോഷമുള്ളൊരു കാര്യത്തിൽ പങ്കാളിയാകാൻ, കൂടുതലായി ഈ നാട്ടിൽ നല്ല രീതിയിലൊരു പങ്കാളിയാകാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ നമ്മളിന്ന് ഓണത്തിൻ്റെ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ മീനാക്ഷി അമ്മ എന്ന് പറയുന്ന ആ വീടിനെ വൈദ്യുതീകരിച്ച ഈ ഇലക്ട്രിസിറ്റി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ലോകത്തെ സംബന്ധിച്ച മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളെയും നാട്ടുകാരും നന്ദി രേഖപ്പെടുത്തുന്നു. 15 ശേഷം പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചായിരുന്നു. ഈ ഓണത്തിന് മുമ്പ് തന്നെ ഈ വൈദ്യുതിയുടെ വെട്ടം ഇവിടെ കാണുവാൻ നമ്മുടെ മാവുങ്കാൽ സെക്ഷനിലെ പ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറും വിജയം കടവത്തിനെ ക്ഷണിക്കുകയാണ്. നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത സ്വിച്ച് ഓൺ നിർവഹിച്ച സുഗതൻ സാർക്കും അതുപോലെ തന്നെ നമ്മുടെ കോൺഫെഡറേഷൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മാധ്യമ മെമ്പർ കാർത്തിക നയിച്ച് ദയവായിട്ട് വന്നോട്ട് വന്നേടാ.